Hello everyone, welcome back to EduValley 2.0 Plus 2 Accountancy Christmas എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ട ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ നമ്മൾ AFS കുട്ടികൾക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സ്റ്റുഡൻസിനും ആവശ്യത്തിനുള്ളത് മാത്രമായ ടോപ്പിക്കുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നമ്മൾ ഇതിനോടൊക്കെയുള്ള വീഡിയോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇടാൻ പോവാണ്. ഓരോ ദിവസങ്ങളും നമ്മൾ ഇനി പ്രോബ്ലംസും ചാപ്റ്റർ വൈസും വീഡിയോസ് വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്കൗണ്ടൻസി ചാപ്റ്റർ 3 ഇത്ര മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് എക്സാം അടുക്കും തോറും കുറഞ്ഞ ടൈമിനുള്ളിൽ എത്രത്തോളം കൂടുതൽ മാർക്ക് വാങ്ങാം എന്നായിരിക്കും നമ്മുടെ ചിന്ത. അത് മാത്രമല്ല, പ്രോബ്ലംസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കുറേ പേര് ജയിക്കും. കുറേ പേർക്ക് ജയിച്ചാൽ മതി, കുറേ പേർക്ക് ഡബിൾ പാസ്, കുറേ പേർക്ക് ഫുൾ മാർക്ക്. അപ്പൊ എല്ലാ കുട്ടികളും, ഏത് കാറ്റഗറിയിൽ വന്ന കുട്ടികളായിക്കോട്ടെ, എല്ലാ കുട്ടികളും ഒരേപോലെ നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ ചാപ്റ്റർ വൈസ് ഉള്ളത് നോക്കാം. അപ്പൊ അതിന് മുന്നായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാനും മറക്കരുത്. നമ്മൾ കൊമേഴ്സ് സംബന്ധമായ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയാനായിട്ടുള്ളത്, നമുക്ക് അക്കൗണ്ടൻസിയിലെ 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. പാർട്ട് 1 ആൻഡ് പാർട്ട് 2 സെക്ഷൻ. ഇതിൽ പാർട്ട് 1 എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ്. പാർട്ട് 2 എന്ന് പറയുന്നത് AFS കുട്ടികൾക്ക് അവരുടേതായ ടെക്സ്റ്റ് ബുക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികൾക്ക് അവരുടേതായ ടെക്സ്റ്റ് ബുക്കും ആയിരിക്കും. പിന്നെ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്ററിന്റെ ഓർഡർ ആണ്. അതായത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇപ്പൊ പാർട്ട് 1 നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണുള്ളത് അല്ലെ. ഈ 3 ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ചാപ്റ്റർ 3 ആണ്. ഓക്കെ, ചാപ്റ്റർ 3 ആണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചാപ്റ്റർ 3യിലാണ് നമുക്ക് മെയിനായിട്ട് ഓണപ്പരീക്ഷയ്ക്ക് ശേഷമുള്ള ഭാഗം എടുക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് ചാപ്റ്റർ 2 ആണ്. മൂന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ചാപ്റ്റർ 1. ഇതിൽ ചാപ്റ്റർ 1നേക്കാൾ കൂടുതൽ മാർക്ക് നമുക്ക് വരിക ചാപ്റ്റർ 3യിൽ നിന്നും 2വിൽ നിന്നുമാണ്. അപ്പൊ ചാപ്റ്റർ 3 എന്ന് പറയുന്നത് ഏതാ? റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ചാപ്റ്റർ 2 അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ചാപ്റ്റർ 1 ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, AFSലേക്ക് വരികയാണെങ്കിലും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലേക്ക് വരികയാണെങ്കിലും നമുക്ക് 2ലും കൂടി 5 ചാപ്റ്റേഴ്സ് ആണ് എക്സാമിനുള്ളത്. അപ്പോൾ ഓണപരീക്ഷ കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ AFS കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾ ആദ്യം പഠിക്കുക ചാപ്റ്റർ 4, then 3, 2, 1, 5 ഇങ്ങനെ ഓർഡറിൽ വേണം പഠിക്കാനായിട്ട്. ചാപ്റ്റർ 4 എന്ന് പറയുമ്പോൾ കമ്പാരേറ്റീവ് ആൻഡ് കോമൺ സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് അതിലുള്ളത്. അത് നമുക്ക് 5 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ചാപ്റ്റർ 3 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വരിക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ കമ്പനിയാണ്. കമ്പനിയിലെ ബാലൻസ് ഷീറ്റ് എങ്ങനെ എഴുതാം, അതുപോലെ തന്നെ P&L അക്കൗണ്ട്, അതായത് ഇൻകം സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എഴുതാം, അതൊക്കെയാണ് ആ പാഠത്തിൽ വരുന്നത്. പിന്നീട് ചാപ്റ്റർ 2 അതായത് ഡിബഞ്ചറിന്റെ പാഠങ്ങളാണ്. അവിടെ നമുക്ക് ഇതുപോലെ ഒരു അസറ്റ് വാങ്ങി അതിന് പകരം ഡിബഞ്ചർ കൊടുത്തു, അങ്ങനെയുള്ള ജേർണൽ എൻട്രീസ് വരാം. ചാപ്റ്റർ 1ലാണ് നമുക്ക് 8 മാർക്കിന്റെ ഷെയറിന്റെ ചോദ്യം കൊടുക്കുന്നത്. അപ്പൊ 8 മാർക്കിന്റെ ഷെയർ ഫോർഫീറ്റ് ചെയ്തു, റീഇഷ്യൂ നടത്തി, കോൾസിനറിയർ വന്നു, അങ്ങനെയുള്ള സിറ്റുവേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആ പാഠത്തിലാണ്. അത് പഠിക്കാം. ഈ 4 പാഠം പഠിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി 5ാം പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് 5ാം പാഠത്തിലുള്ള റേഷ്യോസ് വരാറ്. അതുകൊണ്ടാണ് ആ പാഠം നമുക്ക് അത്ര. ബാക്കിയുള്ള 4 പാഠം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റിൽ നിങ്ങൾ നോക്കിയാൽ മതി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഈ പാഠം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികളെ സംബന്ധിച്ച് 5ാം പാഠം, 3ാം പാഠം, 4ാം പാഠമൊക്കെയാണ് ആദ്യം പഠിക്കാനുള്ളത്. അവിടെ ഒരുപാട് ഫംഗ്ഷൻസും വൗച്ചേഴ്സും കീകളും ലിബറൽ ഓഫീസ് കാൽക്കുകൾ, സ്പ്രെഡ്ഷീറ്റ്, ചാർട്ട് ഏരിയ, അങ്ങനെ തുടങ്ങിയ ഭാഗങ്ങളൊക്കെയാണ് ഫസ്റ്റത്തെ 3 പാഠം. ലാസ്റ്റ് നിങ്ങൾ ഏത് പഠിച്ചാൽ മതി? 1ഉം 2ഉം പഠിച്ചാൽ മതി. ഈ ഓർഡറിൽ പഠിച്ചാൽ മാത്രം കണ്ടോ. ഈ ഒരു ഓർഡറിൽ നിങ്ങൾ കീപ്പ് ചെയ്യുക. പാർട്ട് 1 ആണെങ്കിലും പാർട്ട് 2 ആണെങ്കിലും. നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് കുട്ടികളാണെങ്കിൽ നിങ്ങൾ AFS നോക്കണ്ട കേട്ടോ, കമ്പ്യൂട്ടറൈസ്ഡ് നോക്കിയാൽ മതി. അപ്പം മിസ് പ്ലസ് 2 അക്കൗണ്ടൻസിൻ്റെ എല്ലാവരും ഉൾപ്പെടുത്തിയൊന്നുള്ളൂ. ഇനി നമുക്ക് ഓരോ പാഠത്തിൽ നിന്നും എന്തൊക്കെ പഠിക്കാം, ഓരോ പാഠത്തിൽ നിന്നും നമുക്ക് എന്തൊക്കെ പഠിക്കാൻ നോക്കാം. അപ്പൊ ചാപ്റ്റർ 3 ആണ് ഫസ്റ്റ് എടുക്കുന്നത്. ചാപ്റ്റർ 3 എന്ന് പറയുന്നത് റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ആണ്. ഒരാൾ റിട്ടയർ ചെയ്താലും അതേപോലെ പെട്ടെന്ന് ഒരാൾ മരണം സംഭവിച്ചു കഴിഞ്ഞാലും ആ ഒരു പാഠത്തിൽ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് പറയുന്നത്. ഇതിലെ 9 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് നമുക്കുള്ളത്. 9 മാർക്കിൻ്റെ വെയിറ്റേജിൽ നമുക്ക് ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഫസ്റ്റത്തെ 3 എണ്ണവും മിസ് ചെയ്തിരിക്കുന്നത് പ്രോബ്ലം ആണ്. ഏറ്റവും എളുപ്പവും ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒന്നാണ് പാർട്ട്നേഴ്സിൻ്റെ ലോൺ അക്കൗണ്ട്. നമുക്കത് 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് നമുക്ക് വരുന്നത് റിട്ടയറിംഗ് ഓർ ഡെത്ത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ ഒരാൾ റിട്ടയർ ചെയ്തു, ഒരാൾക്ക് ഡെത്ത് സംഭവിച്ചുവെങ്കിൽ അതിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഷുവർ ആയിട്ട് നമുക്ക് 5 മാർക്ക് വരെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് ഗെയിനിങ് റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ തമ്മിലുള്ള ഡിഫറൻസ് 3 മാർക്കിന് ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്.
ഡിഫറൻസ് നമുക്ക് പഠിക്കണം. ആ പാഠത്തിൽ തന്നെ നമുക്ക് ഗുഡ്വില്ലിന്റെ ജേർണൽ എൻട്രി 3 മാർക്ക് നമുക്ക് ചോദിക്കാം. അതായത് ഒരാൾ റിട്ടയർ ചെയ്തു, അയാൾക്ക് നമ്മൾ ഗുഡ്വില് വീതിച്ചു കൊടുക്കുന്ന ജേർണൽ എൻട്രി എങ്ങനെയായിരിക്കും അത് പഠിക്കണം. പിന്നീട് ആ പാഠത്തിൽ തന്നെ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ ഒരു പ്രോബ്ലം 2 മാർക്കിന് നമുക്ക് ചോദിക്കാം. ഇതൊക്കെ പ്രോബ്ലം ആണ്. ഇതിൽ ഈ ഒരു ഗെയിനിങ്ങും സാക്രിഫൈസിങ്ങും മാത്രമാണ് ഞാൻ എഴുതിയിട്ടുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ജേർണൽ എൻട്രി നിങ്ങൾ പഠിച്ചവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താലേ അതും കഴിഞ്ഞു. അപ്പൊ ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ഏതിൽ പഠിച്ചാൽ മതി. ക്രിസ്മസ് എക്സാമിന് ആ പാഠത്തിൽ നിന്ന് ഓരോ പ്രോബ്ലം ചെയ്യാൻ കിട്ടണം. ഒരു ലോൺ അക്കൗണ്ട്, ഒരു പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, എല്ലാം നമ്മൾ വീഡിയോ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. ആരും ടെൻഷൻ ആവണ്ട. നമ്മൾ പല തരത്തിലുള്ള വീഡിയോസ് ഇനി വരും. 60 മാർക്കിൽ 60 മാർക്ക് കിട്ടാനുള്ള വീഡിയോസ്, 2 പാഠങ്ങൾ 40 മാർക്ക്, 2 പാഠങ്ങൾ 25 മാർക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോസ് ഒക്കെ സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഓരോ പ്രോബ്ലംസും ആദ്യമായിട്ട് കേൾക്കുന്നവർ വിത്ത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമ്മൾ ചെയ്യും. പിന്നീട് നമ്മൾ പഠിക്കേണ്ടത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ആണ്. അഡ്മിഷൻ എന്ന് പറഞ്ഞ പാഠത്തിൽ നമുക്ക് 14 മാർക്കിന്റെ വെയിറ്റേജ്, ഇതൊക്കെ ഫൈനൽ എക്സാമിന്റെ വെയിറ്റേജ് ആണ് കേട്ടോ. അപ്പൊ ഫൈനൽ എക്സാമിന് അത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട് എങ്കിൽ അതേ ഇമ്പോർട്ടന്റ് നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കില്ലേ. ഇതിൽ 8 മാർക്കിന്റെ പ്രോബ്ലം നമുക്ക് വരാറുണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ്, ഇത് 3ഉം കൂടിയിട്ടാണ് നമുക്ക് 8 മാർക്ക് ചോദിക്കാറുള്ളത്. അപ്പൊ ഇത് 3ഉം കൂടി ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു 8 മാർക്കിന്റെ പ്രോബ്ലം. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. ദെൻ റീവാലുവേഷൻ അക്കൗണ്ട് മാത്രമായിട്ട് നമുക്കൊരു 3 മാർക്ക് 4 മാർക്കിന് ചോദിക്കാം. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ 2 മാർക്കിന് ചോദിക്കാം. ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ 4 മാർക്കിന് ചോദിക്കാം. ജേർണൽ എൻട്രി ഇതുപോലെ 4 മാർക്കിന് ചോദിക്കാം. പിന്നെ ഇത് 8 മാർക്കിന്റെ ക്വസ്റ്റ്യനും. ഇതൊന്നും പോരാതെ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് കൂടി എടുക്കുന്നുണ്ട്. പുതുതായിട്ടൊരു പാർട്ട്ണർ വരുമ്പോൾ അവർക്ക് വരുന്ന 2 റൈറ്റുകൾ ഏതൊക്കെയാണ്, ഡിഫറെൻറ്റ് റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ മോഡ്സുകൾ ഏതൊക്കെയാണ്, അതൊക്കെ നമ്മൾ ഇതിൻ്റെ ചാപ്റ്റർ മാത്രം പഠിക്കേണ്ട ആ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. 8 മാർക്ക് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. റീവാലുവേഷൻ അക്കൗണ്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. സാക്രിഫൈസിങ് റേഷ്യോസ് എല്ലാം നമ്മളിനി ചെയ്യും. ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷനൊക്കെ നമ്മളിനി ചെയ്യും. അതുകൊണ്ട് ആരും ഇനി അതൊന്നും ടെൻഷൻ അടിക്കേണ്ട. വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്ത് അപ്പപ്പം ഇടുന്ന വീഡിയോസ് വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. നമ്മൾ 2 പാഠം പഠിച്ചു കഴിഞ്ഞാൽ മാത്രം ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടന്നാൽ മതി. കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. 12 മാർക്കോളം നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവാം. പക്ഷേ ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ളതായതുകൊണ്ട് മാത്രം ലാസ്റ്റ് നോക്കിയാൽ മതി. P&L അപ്രോപ്രിയേഷൻ്റെ ഒരു പ്രോബ്ലം, ഫിക്സഡും ഫ്ലക്ച്വേറ്റിംഗ് നമ്മളുടെ ഡിഫറൻസ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാനുള്ളൊരു പ്രോബ്ലം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഗ്യാരണ്ടി. ഈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി ഓഫ് എ പാർട്ട്ണർ ഉണ്ടല്ലോ, പ്രോഫിറ്റ്. അതായത് ഒരു പാർട്ട്ണറെ നമ്മൾ കൊണ്ടുവന്ന് അയാൾക്ക് ഉറപ്പായാലും അത് കൊടുക്കുമെന്നുള്ള ആ ഒരു പ്രോബ്ലം ഒരു A+ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അത് ഫുള്ള് മാർക്ക് വേണം, ഫുൾ A+ വേണം എന്നുള്ള കുട്ടികളാണ് എക്സാമിനൊക്കെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാറ്. അതുകൊണ്ടാണ് നമ്മൾ അതിനങ്ങനെ ഒന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 പാഠത്തിൽ നിന്ന് എല്ലാ കുട്ടികളും ഈ പ്രോബ്ലംസ് നിർബന്ധമായും പഠിക്കുക. നമ്മൾ ഇതിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്യാതിരിക്കില്ല. നിങ്ങൾക്ക് എക്സാമിന് വേണ്ട എല്ലാം നമ്മൾ തന്നിരിക്കും. ഇനി AFSകാർക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ AFSൽ ഞാൻ ചാപ്റ്റർ വൈസ് ഇട്ടിട്ടില്ല. നിങ്ങൾ പഠിക്കേണ്ട ഒരു കുറച്ച് പ്രോബ്ലം മാത്രമേ, ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ഒരു ഷെയർസിന്റെ ജേർണൽ എൻട്രി വിത്തുള്ള ഒരു ചോദ്യം, ഡിബഞ്ചറിന്റെ പാഠത്തിലൊരു ജേർണൽ എൻട്രി ഉണ്ട്, അത് ബാലൻസ് ഷീറ്റ്, അതായത് അണ്ടർ ഷെഡ്യൂൾ 6 പ്രകാരം കമ്പനീസ് ആക്ടിലെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് ചെയ്യുക, നോട്ട്സ് ടു അക്കൗണ്ട് ഒക്കെ തയ്യാറാക്കിയിട്ട് ഒരെണ്ണം പഠിക്കുക. ഫോർഫിറ്റിനും റീഇഷ്യൂവിൻ്റെ ഒരു ജേർണൽ എൻട്രി 3 മാർക്കിന് വരും. പിന്നെ കുറച്ച് തിയറീസ് 4 മാർക്കിന്. തിയറീസ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, പിന്നെ ട്രെൻഡ് അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജസ്, കറണ്ട് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം, കറണ്ട് അസറ്റുകൾ ഏതൊക്കെയാണ്, പിന്നെ ഫോർഫീറ്റർ ഷെയർസിനെ കുറിച്ചിട്ട് എഴുതുക, സെക്യൂരിറ്റീസ് പ്രീമിയം എന്തിനു യൂസ് ചെയ്യുന്നു, അങ്ങനെ തുടങ്ങിയ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസും അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ AFS കുട്ടികൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുക. ഇതിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ മിസ് ഇട്ടിട്ടില്ല, വേറെ ഒന്നുമല്ല. അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. അത് തിയറി മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ അക്കൗണ്ടൻസി പഠിക്കുകയാണ് എങ്കിൽ ഷുവർ ആയിട്ട് മിസ് പറയുന്നു 80ലാണ് നിങ്ങളുടെ എക്സാം എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും ഒരു 60 എബവ് കിട്ടും. 60 എബവ് ആണ് തിയറിയും പ്രോബ്ലംസ് മിസ് പറഞ്ഞ പോലെ പഠിക്കാം. 60ലുള്ള കുട്ടികളാണെങ്കിൽ ഒരു 45 എബവ് എങ്ങനെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഷുവർ ആണ്, അത് 100% ഉറപ്പാണ്. കാരണം നമുക്ക് +2 അക്കൗണ്ടൻസിൽ ഇത്ര പ്രോബ്ലംസും തിയറീസേ വരാറുള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ എടുത്ത് നോക്കിക്കോ. ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, അതുപോലെ തന്നെ ഫൈനൽ എക്സാം, മോഡൽ എക്സാം, സേ എക്സാം, ഇംപ്രൂവ്മെന്റ് എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു
ഓർഡറിലാണ് നമ്മുടെ പ്രോബ്ലംസ് എടുക്കുക. അതുകൊണ്ട് നിങ്ങൾ വൈകാതെ തന്നെ ഈ ചാപ്റ്റർ വൈസ് പഠിക്കാനായിട്ട് തുടങ്ങാം. നമ്മളിനി എല്ലാ വീഡിയോസും ഓരോ പാഠവും നിങ്ങളെ പഠിപ്പിച്ച് തരുന്നു, ഓരോ പ്രോബ്ലംസും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെ ഓരോ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി എങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.